എടാ അപ്പൊ നമുക്ക് വണ്ടി കൊണ്ടക്കാല്ലേ എന്നാല് നമ്മളെ വണ്ടി ചെറിയൊരു പണി തന്നിട്ടില്ല. ചെറിയ പണി എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷമായി പറഞ്ഞിട്ട് എൻജിൻ പണി എന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രശ്നമില്ല, ഇങ്ങനെ പോകുമ്പോന്ന് പറഞ്ഞു. പക്ഷെ എന്തായി അറിയാം, നീയാന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടാകുമ്പോൾ സൈലൻസർ ഉള്ളുന്നു പുകക്ക് പകരം വെള്ളം പോന്നു. നോക്കുമ്പോൾ ഗ്യാസ്കറ്റിൻ്റെ പ്രശ്നം എന്നാണ് പറഞ്ഞത്. അയച്ചു നോക്കിയാൽ ചിലപ്പോൾ ഇഞ്ചൻ പണി മൊത്തമാണെങ്കിൽ ഒരു പൈസ പൊട്ടും. എന്നാലും നോക്കാം, കുറേ ദിവസം സ്റ്റാർട്ടാക്കിയിട്ട് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാമല്ലോ. ഈ ഫോൺ പിടിച്ചടാ, ഫോൺ പിടിച്ചതാ. നമ്മൾ അബിയുണ്ട് കിടക്കുന്നു. ആദ്യം വെള്ളം നോക്കാം, വെള്ളം ഉണ്ടാ. ഡീസൽ ഇറങ്ങുന്ന സ്വഭാവമുണ്ട്, ഡീസൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒന്ന് പമ്പാക്കാം. വെള്ളം കുറയുന്നുണ്ടോ? വെള്ളം അതിൻ്റെ വെള്ളം കുറച്ചുണ്ട്. മതി, പണ്ടിയുടെ കൊണ്ടക്കാനല്ലേ അല്ലേ? ഗ്ലാസ് ഇതാക്കുന്ന സാധനം കണ്ട അല്ല പോയി. ചാട്ടാക്കി നോക്കാം എന്താണ് അവസ്ഥ. ചാട്ടായില്ലെങ്കിൽ പണി കിട്ടും. വണ്ടി സ്റ്റാർട്ടാക്കിയ സമയത്ത് വണ്ടിയിൽ നിന്ന് പുകയല്ല വെള്ളം വരുന്നു കണ്ട. വെള്ളം പോകുന്നുണ്ട, പറക്കുന്ന കളിക്കായി നമ്മുടെ വണ്ടി. പ്രശ്നമില്ല, നമുക്ക് വണ്ടി ഭ്രാന്ത് ഉണ്ടായതുകൊണ്ട് നമ്മൾ എഞ്ചിൻ പണിയെടുത്ത് സെറ്റാക്കും. വേണ്ട ഫുള്ള് കരി. ഇത് സ്റ്റാർട്ടാക്കിയിട്ട് റൈസാക്കുന്ന നല്ലോണം വരും. ഹെഡിൻ്റെ ഉള്ളിൽ എന്തോ പൊട്ടി അങ്ങനെന്തോ പറഞ്ഞത്, ലീക്കായിട്ടുണ്ടാവുന്നെല്ലാം പറയുന്നു. കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ വണ്ടി ഏതായാലും കൊണ്ടൊക്കെയാണ്. വെള്ളം വരുന്നുണ്ടോ? ഞാൻ പോയിട്ട് കുറച്ച് പൈസ പൊട്ടിച്ചിട്ട് തരാം. 10-60 റുപ്യ ആവാൻ തോന്നുന്നുണ്ട് അല്ലേ? നമ്മളെ വർക്ക്ഷോപ്പ് അടുത്ത് തന്നെ വരുന്നത്. നമ്മളെ വീടിൻ്റെ ഒരു 100 മീറ്റർ, ഒരു 200 മീറ്റർ അപ്പുറം ജൈവയാട്ട വർക്ക്ഷോപ്പ് എന്ന് പറയും. അവിടെ തിരക്കാന്ന്, എന്നാലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൂരം പോകാനില്ല, വണ്ടി ചൂടായാലും ചിലപ്പോൾ ഇഞ്ചി പിടിക്കുന്നുള്ള പറഞ്ഞവർ. എന്തെന്ന് അറിയില്ല, ഭയങ്കര വെള്ളം പോകും. സൈലൻസറിന് ഭയങ്കര വെള്ളം പോകും. ഇതാണെന്ന് അറിയില്ല. ഇപ്പോൾ കൊണ്ടച്ചിട്ട് അയച്ചാൽ അറിയും. നോക്കാം. ഏതായാലും നമ്മൾ നേരിടാൻ നമ്മൾ മുമ്പിലുണ്ടല്ലോ. പൈസ കുറച്ച് പോകുന്നേ ഇല്ലു, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ.